എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഇവിടെ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്, മഴയ്ക്ക് നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ജനലേക്ക് അടച്ചേക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ തണുപ്പ് അകത്തോട്ട് കയറി കൊച്ചു കിടന്നുറങ്ങണേണല്ലോ, വെറുതെ പനിയും ജലദോഷമൊന്നും വരുത്തണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ പുട്ടാണ് ട്ടോ ഉണ്ടാക്കണേ. ഇത് ഏത്തപ്പഴം പുഴുങ്ങിയത് ഞങ്ങൾക്കല്ല, അത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് കേട്ടോ, അവർക്ക് കൊടുക്കാനായിട്ടാണ്. പിന്നെ നമുക്ക് വെള്ളക്കടലയുണ്ട്, പിന്നെ വെള്ളക്കടലയും കൊടുക്കും. പക്ഷേ ഈ ഗ്യാസൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അങ്ങനെ അവരധികം കഴിക്കില്ല. അപ്പം അന്ന് ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അത് പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പപ്പടം വറക്കാനുണ്ട്. അപ്പം ഈ ദോശ പുത്രന് വേണ്ടിയിട്ടുള്ള ദോശയാണ്. ദോശയ്ക്കൊപ്പം വെള്ളക്കടല, ഇതാണ് ഇവിടുത്തെ കോമ്പിനേഷനുകളാണ്. ഇപ്പോൾ കടല പക്ഷേ ദോശയ്ക്കൊക്കെ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പം അത് അവിടെ കൊണ്ട് വെക്കും. അതങ്ങനെ ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ടി വിയും കണ്ട് ഫോണൊക്കെ കണ്ട് പതുക്കെ തിന്നോളൂ ഇത് അവിടെ ഇരുന്ന്. അപ്പം ഇതാണ് എൻ്റെ അടുക്കളയുടെ കോലം കേട്ടോ. ഇന്നിപ്പോൾ ഓവർലോഡാണ് ആയതുകൊണ്ടിട്ട് നമുക്ക് അടുക്കളയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കണം. എന്താ വെച്ചാൽ ഇന്ന് വിവിധ തരത്തിലാണ് ഓരോരുത്തർക്ക് വേറെ വേറെ ഉണ്ടാക്കേണ്ട അവസ്ഥയിലായതുകൊണ്ടിട്ട് ഇന്നിപ്പം അടുക്കളയൊക്കെ ഇത്തിരി അലങ്കോലമായിട്ട് കിടക്കണേണ് കേട്ടോ. ഇപ്പോൾ ചിലർക്ക് കടല കഴിക്കാൻ പറ്റിയില്ല, എന്നാൽ പിന്നെ പപ്പടം പഴം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ അടുക്കളയിലെ ഇതൊക്കെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് തേച്ച് കഴുകാം എന്ന് കരുതി അവിടെ വച്ചേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇത് അച്ഛനും അമ്മയ്ക്കുമുള്ള കടലയൊക്കെ എടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വയ്ക്കാമെന്ന് കരുതി. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിക്കും. കാരണം ഈ ഷുഗർ അങ്ങനെയുള്ള കംപ്ലൈൻ്റൊക്കെ ഉള്ളത് കൊണ്ടിട്ട് വിശപ്പ് താങ്ങാനായിട്ടുള്ള, അതായത് എപ്പോഴും വിശപ്പ് തോന്നണ ഒരു ഇതായിരിക്കുമല്ലോ ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് അവർക്ക് 8 മണിക്ക് സമയാസമയം കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായത് കൊണ്ടിട്ട് നമ്മൾ വേഗം എടുത്ത് വെച്ചു. ഇനി നമുക്ക് പിന്നെ പതുക്കെയായാലും മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ പപ്പടം ചേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ തിരക്കായത് കൊണ്ടിട്ട് അങ്ങനെ വേണ്ട എന്നൊക്കെ ആണെങ്കിലും എൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനത് വറുത്തതാണ് കേട്ടോ. കാരണം പുള്ളിക്കാരനത് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മളത് ചെയ്ത് കൊടുക്കുക എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത്ര തിരക്കായത് കൊണ്ടൊക്കെ വേണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ നമുക്കത് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടണ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് വലുത്. അപ്പോൾ നമ്മൾ ഇനി പെരയൊക്കെ അടിച്ചു വാരണതെന്ന് പറഞ്ഞാൽ പുതിയ ചൂലാണ് എൻ്റെ, അതുകൊണ്ടിട്ടാണ് കാണിച്ചത്. പക്ഷേ ഇത് അടിച്ചു വാരി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഈ ചൂലുമേലുള്ള കുറച്ച് ഇങ്ങനത്തെ കുരു എന്നുള്ള പൊടികളുണ്ടല്ലോ, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതങ്ങനത്തെ ചൂല, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ എനിക്ക് ഇങ്ങനെ വിടർന്നിരിക്കണ കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ളത് ഇടണമായിരുന്നു. കാരണം 12:30-ക്കുള്ളിൽ അച്ഛനും അമ്മക്കും ചോറ് കൊടുക്കേണ്ടത് കൊണ്ടിട്ട് നമ്മൾ അതെന്നാൽ വേഗം ആയിക്കോളാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കളപ്പണികൾ തുടങ്ങാമെന്ന്, അടുക്കളയില്ല പുറം പണി തുടങ്ങാമെന്ന് കരുതി. എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം ബീൻസ് തോരനായിട്ട് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഒപ്പം പിന്നെ നമ്മൾ മീനിൻ്റെ ചാറുണ്ട് കേട്ടോ, മീൻ കറിയായിട്ട് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടി, അത് തലേ ദിവസമേ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യും. എന്നാലും അത് നമ്മളൊന്ന് നേരത്തെ റെഡിയാക്കി വെക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ആക്കി വെച്ചു. അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ പരിപാടി കേട്ടോ. നമ്മൾ ഈ എന്താണ് ബീൻസ് തോരൻ വെക്കണമെന്ന് പറഞ്ഞാൽ ഞാനെല്ലാം കൂടി ഇതിൽ അരിഞ്ഞിടുകയാണ് കേട്ടോ ചെയ്യണത്. ഒരു കഷ്ണം വെളുത്തുള്ളി, ഉള്ളി, പിന്നെ എന്നതാണ് പച്ചമുളക്, തേങ്ങ, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊക്കെ കൂടി ഇട്ട് ഒന്ന് ഞെരടിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞാൻ ഞെരടാനൊന്നും നിന്നില്ല, തിരക്കായത് കൊണ്ടിട്ട് സ്പൂണും കൊണ്ട് 2 ഇളക്കി. അതത്രേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത്തിരി കൂടി ടേസ്റ്റ് വന്നത്. അപ്പോൾ എനിക്ക് അതിന് നേരം കിട്ടാത്തത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ആക്കി വെച്ചത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാൻ ഇപ്പോഴാണ് ഇട്ടത്. സാധാരണ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മയാണ് ചെയ്യണത്.
അപ്പോൾ ഈ പാനിലായതുകൊണ്ട് ഒരു സ്വല്പം വെള്ളം ഒഴിക്കേണ്ട. എൻ്റെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലാണെങ്കിൽ ഇത് ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട, അവിടെ ഇരുന്ന് പതുക്കെ പതുക്കെ എന്തോളും. നല്ല കനമുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട്. പക്ഷേ ഇത് ഞാൻ ഇത്തിരി കനം കുറഞ്ഞ പാനാണല്ലോ, അതുകൊണ്ടിട്ട് ഞാൻ കരുതി അടി പിടിക്കണ്ട, ഇതിൻ്റെ മേടിച്ചപ്പോൾ ഉള്ള ബ്ലാക്ക് കോട്ടിംഗ് ഒക്കെ പോയത് കൊണ്ടിട്ട് ഇങ്ങനെ വെച്ചേക്കാന്ന് കരുതി. അപ്പോൾ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചാണ് വെച്ചത്. അത് അവിടെ അടുപ്പിൽ ഇരുന്ന് ചെയ്യുമ്പോഴേക്കും നമ്മളിവിടെ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി, പലചരക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ എന്തെന്നാണ് ഇതിൽ ഡപ്പയിലൊക്കെ ഒന്ന് ആക്കി വെക്കണമല്ലോ. ഡപ്പയിലാക്കി വെക്കാനായിട്ട് കുറച്ച് കഴിഞ്ഞോണം ഇട്ടതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉള്ളൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. രണ്ട് മൂന്ന്, അതായത് ഇങ്ങനെ അരിപ്പൊടി, പിന്നെ എന്തെന്നാണ് പുട്ടുപൊടി, അപ്പപ്പൊടി, അങ്ങനെയുള്ള ഐറ്റമൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഡപ്പയിലിടണത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് രാവിലെ എടുത്തിട്ട് അതിൻ്റെ ബാക്കി എടുത്തിട്ട് അതിലോട്ട് വെക്കാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഈ കയ്യിൻ്റെ പുറകെ കാണുന്ന പാടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അലച്ചും കെട്ടി വീണതാണ് കേട്ടോ. ഇപ്പം ഞാൻ കർക്കിടകത്തിന് മുമ്പേ വീണ് തുടങ്ങാമെന്ന് കരുതി. സാധാരണ കർക്കിടകമാണല്ല, ഞാൻ കർക്കിടകത്തിന് മുമ്പേ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പം അങ്ങനത്തെ ഒരു അബദ്ധമൊക്കെ പറ്റി. അപ്പം അതിൻ്റെ വേദനയൊക്കെ ഉണ്ട്, എന്നാലും അവിടെ ഇരുന്നോട്ടെ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണില്ല, നമ്മുടെ പണിയിലോട്ട് പോവും. അപ്പോൾ ഏകദേശം അടപ്പിൽ ഇതൊക്കെ ആവണ്ട കേട്ടോ, അതവിടെ കിടന്നായിക്കോട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പപ്പൊടിയാണ് കേട്ടോ നറുക്കണത്. അപ്പപ്പൊടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലോട്ടിരുന്ന് പൊക്കോളും. 2 കിലോൻ്റെ ബോക്സാണത്. അപ്പോൾ അതുകൊണ്ടിട്ട് കറക്റ്റാണ്, അളവ് കറക്റ്റാണ്. അപ്പോൾ 2 കിലോൻ്റെ പൊടി 2 കിലോൻ്റെ ബോക്സിൽ കിടന്നോളും. അപ്പം നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞു. നമ്മളിവിടെയൊക്കെ ഒന്ന് തുടച്ചിടണം, കാരണം ആദ്യമൊക്കെ അലങ്കോലമായി കിടക്കുകയായിരുന്നല്ലോ. അപ്പം ഇനി നമ്മളവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടതിന് ശേഷം നമ്മുടെ പണിയൊക്കെ തീരും. പിന്നെ നമുക്ക് അലക്കലും കുളിയും അങ്ങനെയുള്ള സംഗതികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എൻ്റെ അതേ ബീൻസൊക്കെ അരിഞ്ഞതൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ വാരി കളയുക, അതൊക്കെ നിലത്തോട്ട് ഇടുക, ഇനി നിലത്തുനിന്ന് അടിച്ചു വാരി നമ്മൾ പുറത്തോട്ട് കളയും. അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ പൊന്നോ വലിയ പണിച്ചിത്രത്താഴി പറയണോട്ട് ഇങ്ങനെ കുമ്പം കൊണ്ടുവന്ന് കുളത്തിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പറയൂലേ, എന്നാലും എനിക്ക് തൃപ്തി വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അടുക്കളയെല്ലാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുടച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ചെന്ന് നോക്കുമ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പൊന്നെ. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.